പ്രവാസ ലോകത്തെ വാർത്തകൾ. കുവൈറ്റിൽ 3000 ദിനാറിന് മുകളിലുള്ള വിദേശ പണമിടപാടുകൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാക്കി. കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദ ധനസഹായവും തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. കുവൈറ്റിൽ 3000 കുവൈറ്റി ദിനാറിന് മുകളിലുള്ള വിദേശ പണമിടപാടുകൾ നടത്തുന്നവർക്കിനി കുറഞ്ഞത് കഴിഞ്ഞ 2 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കണം. കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനും തീവ്രവാദ ധനസഹായം നിയന്ത്രിക്കുന്നതിനുമായി എക്സ്ചേഞ്ച് കമ്പനികൾ നടപ്പാക്കിയ പുതിയ നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനം. ഉപഭോക്താക്കൾ അയക്കുന്ന പണം അവരുടെ പ്രഖ്യാപിത വരുമാനവുമായി പൊരുത്തപ്പെടുന്നതാണോ, അതിന് നിയമാനുസൃതമായ ഉറവിടമുണ്ടോ എന്നത് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മുൻപ് സാധാരണയായി 10,000 ദിനാറിന് മുകളിലുള്ള പണമിടപാടുകൾക്കോ ഉപഭോക്താവിന്റെ KYC വിവരങ്ങളുമായി പൊരുത്തപ്പെടാത്ത വലിയ ഇടപാടുകൾക്കോ മാത്രമാണ് ഇത്തരത്തിലുള്ള രേഖകൾ ആവശ്യപ്പെട്ടിരുന്നത്. പുതിയ പരിശോധന നടപടികൾ വഴി സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാനും സുതാര്യത ഉറപ്പാക്കാനും സഹായിക്കും. എക്സ്ചേഞ്ച് കമ്പനികളിലെ അക്കൗണ്ടിംഗ് രേഖകളും നിയമാനുസൃത നടപടിക്രമങ്ങളും പരിശോധിക്കുന്നതിനായി സെൻട്രൽ ബാങ്ക് ഫീൽഡ് പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ പണത്തിന്റെ ഉറവിടം നിയമാനുസൃതമാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിനുമായി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും സെൻട്രൽ ബാങ്ക് ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് സൗജന്യ UAE എൻട്രി വിസ നൽകുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ 20,000 വിസകൾ വരെയാണ് പദ്ധതിയിലൂടെ അനുവദിക്കുന്നത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് വൻ ഓഫർ നൽകുന്നു. നിശ്ചിത ട്രാവൽ പങ്കാളികൾ വഴി അബുദാബിയിലേക്ക് ഹോളിഡേ പാക്കേജ് ബുക്ക് ചെയ്യുന്ന യോഗ്യരായ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് UAE എൻട്രി വിസ സൗജന്യമായി നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഈ ഓഫർ ലഭ്യമാകുക. ആദ്യഘട്ടത്തിൽ പൈലറ്റ് പദ്ധതിയുടെ ഭാഗമായി 20,000 വിസകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഇന്ത്യയിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അബുദാബിയിലെ ഹോട്ടലിൽ കുറഞ്ഞത് തുടർച്ചയായി 3 രാത്രികൾ താമസം ബുക്ക് ചെയ്തിരിക്കണം. ഇന്ത്യയിൽ നിന്നുള്ള റിട്ടേൺ വിമാന ടിക്കറ്റ് ഉണ്ടായിരിക്കണം. പദ്ധതിയിൽ പങ്കാളികളായിട്ടുള്ള അംഗീകൃത ട്രാവൽ ഏജൻസികൾ വഴിയോ ഓൺലൈൻ ട്രാവൽ ഏജൻസികൾ വഴിയോ ആയിരിക്കണം പാക്കേജ് ബുക്ക് ചെയ്യേണ്ടതെന്നിവയാണ് നിബന്ധനകൾ. ഇന്ത്യൻ സഞ്ചാരികൾക്ക് എൻട്രി വിസ തുക പൂർണ്ണമായും അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പാണ് വഹിക്കുന്നത്. ട്രാവൽ ഏജൻസികൾക്ക് 2 രീതിയിൽ ഈ പദ്ധതിയുടെ ഭാഗമാകാം. DCT ചുമതലപ്പെടുത്തിയ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനി വഴി നേരിട്ട് വിസ ചെലവുകൾ DCT വഹിക്കും. മറ്റ് DMC പങ്കാളികൾ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ അനുവദിക്കുന്ന ഓരോ വിസയ്ക്കും 285 ദിർഹം വീതം DCT തിരികെ നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ കെട്ടിട പെർമിറ്റിന് ഇനി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരില്ല. AI സംവിധാനം ഉപയോഗിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ നീക്കം. ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കാൻ സമർപ്പിക്കുന്ന പ്ലാനുകളും രേഖകളും AI പരിശോധിച്ച് നിയമങ്ങളും സാങ്കേതിക മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെങ്കിൽ നിമിഷങ്ങൾക്കകം പെർമിറ്റ് നൽകുന്ന സംവിധാനം ദുബായ് മുനിസിപ്പാലിറ്റി വികസിപ്പിക്കുന്നു. സ്വകാര്യ നിക്ഷേപ വില്ലകൾക്കുള്ള പെർമിറ്റുകളാണ് ആദ്യഘട്ടത്തിൽ AI സംവിധാനത്തിലേക്ക് മാറ്റുന്നത്. ദുബായ് ബിൽഡിംഗ് കോഡ് അനുസരിച്ചുള്ള പ്ലാൻ, സ്ഥലത്തെ നിർമ്മാണ വ്യവസ്ഥകൾ, കെട്ടിടത്തിന്റെ ഘടനാപരമായ സുരക്ഷ, വൈദ്യുതി, ജലം, എയർ കണ്ടീഷനിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവ AI പരിശോധിക്കും. സമർപ്പിക്കുന്ന രേഖകളിലെ വിവരങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടോ എന്നും പരിശോധിക്കും. പെർമിറ്റിന് അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ ഡിസൈനിലെ പിഴവുകൾ കണ്ടെത്താൻ കഴിയും. വിവരങ്ങൾ കുറവാണെങ്കിലോ ഡിസൈനിൽ മാറ്റം ആവശ്യമാണെങ്കിലോ അപേക്ഷകന് ഉടൻ അറിയിപ്പ് ലഭിക്കും. ഇതോടെ രേഖകൾ തിരുത്തി വീണ്ടും സമർപ്പിക്കേണ്ടി വരുന്ന സമയവും കുറയ്ക്കാം. 26 ആഴ്ചയ്ക്കുള്ളിൽ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.